സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവമംഗലത്ത് എല്ലാവരും ഉണർന്ന് എല്ലാവരും കാര്യങ്ങൾ അറിയുന്നത് എത്ര ദിവസം ഇന്നാളും ഇതുപോലെ തന്നെയാണ് കള്ളം വന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ എന്നൊക്കെ പറയും. അപ്പോൾ ബാലൻ പറയും അതെങ്ങനെയാണ് ഓരോരുത്തർ വരുന്ന നേരം 10 മണിയൊക്കെ അല്ലേന്ന് പറയും. ഇനി എൻ്റെ തലയിൽ കയറണ്ടെന്ന് പറയും. ഈശ്വര, എന്നാലും അത് ആരായിരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരായാലും അതൊന്നും നോക്കാൻ നിൽക്കണ്ട, അല്ലാണ്ട് എന്നെ ഇവിടെ ആകെ പ്രശ്നത്തിലാണ്. മീനുൻ്റെ കാര്യം ആലോചിച്ചിട്ട് വിഷമമായിട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഇനിയിപ്പോൾ ഈ കള്ളെന്ന് പറയും. മീനൊക്കെ വിഷമത്തോടെ അകത്തേക്ക് പോകുമ്പോൾ ആകാശിനോട് പറയടാ, അവളെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ കൂടി പേടിപ്പിക്കല്ലേ എന്ന് പറയും. ചേച്ചി അവൻ്റെ നെഞ്ചിലും തീ കോരിട്ടോന്ന് ചോദിക്കും. പിന്നെ പറയേണ്ടത് പറയേണ്ടടാ എന്ന് പറയും. എന്നിട്ട് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കിടക്കാനൊക്കെ പറയുമ്പോൾ ബാലൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. എന്തായി എന്ന് ചോദിക്കുമ്പോൾ കിട്ടിയെന്ന് പറയും. പക്ഷേ ബാലന് മനസ്സിലാവില്ല. പിന്നീട് മുറിയിലേക്ക് ചെല്ലും. ആര്യൻ മിത്രയും രണ്ടുപേരും കൂടെ സംസാരിക്കുന്നപ്പോൾ പറയുന്നുണ്ട്, ആര്യ ശരിക്കും കണ്ടോ കള്ളനെന്ന് വെച്ചപ്പോൾ അതേ ഞാൻ കണ്ടു, എന്താണെന്നറിയില്ല, അപ്പുറത്തേക്ക് നമ്മളെ അടുക്കള ഭാഗത്തേക്കായിട്ടാണ് ഓടിയെന്ന് പറയും. പക്ഷെ ആനന്ദേട്ടൻ്റെ ഷർട്ട് മുണ്ടെടുത്തിട്ടാണ് പോയെന്നാണ് അവൻ പറഞ്ഞത്. അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആര്യനെയും കാത്ത് വരാന്തയിൽ നിൽക്കുമ്പോൾ എന്നെ അവിടുന്ന് പറഞ്ഞയച്ചു ദേവേടുത്തി. അവിടുന്ന് പറഞ്ഞയച്ചതിന് ശേഷം എന്നോട് ഞാൻ നിന്നോളാം, എന്നോട് പോയി അടുക്കളയിൽ പോയി പനിയൊക്കെ എടുത്തോളാം പറഞ്ഞിട്ടും പറഞ്ഞു. ഓ, അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ വാതിലും തുറന്നെടുക്കാനായിരുന്നു, പുള്ളിക്കാരിനെയും കണ്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ഞാൻ കുടിച്ചിട്ടുണ്ടോ നോക്കാൻ വന്നതാവുള്ളൂ, ഞാൻ എന്തായാലും ഇനി കുടിക്കാൻ ഉദ്ദേശിക്കണമെന്നില്ല എന്ന് പറയും. അതിനുശേഷം ആര്യൻ മിത്രയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഒരു കമ്മൽ നല്ല ഭംഗിയുണ്ടായിരുന്നു, കാണാൻ ഒരു ജിമിക്കായിരുന്നു. ഇതിൻ്റെ വില ഒന്നും നോക്കണ്ട, കണ്ടപ്പോൾ ഇഷ്ടമായി അതുകൊണ്ട് വാങ്ങിയതെന്ന് പറയും. എന്തായാലും വില എത്ര ആയാലും ശരി തന്നെ, എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് മിത്രയും പറയും. ആര്യം വാങ്ങി തന്ന സമ്മാനമല്ലേ, ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. എന്തോ നമ്മുടെ ജീവിതത്തിൽ നല്ലതൊക്കെ സംഭവിക്കാൻ പോകുന്നത് തോന്നുന്നു പറഞ്ഞപ്പോൾ ആര്യം പറയുന്നുണ്ട്, അതെ നല്ലത് സംഭവിക്കാൻ പോകുന്നു. എന്താ ആര്യ, ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ജോലിക്കാര്യത്തിൽ തീരുമാനമായി, എൻ്റെ ബൈക്ക് നഷ്ടപ്പെടുന്നു പറയും. ആര്യൻ എന്തേ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. അതെ, വിശ്വല്ലേ എൻ്റെ കൂട്ടുകാരൻ, അവൻ തന്നതാണല്ലോ ആ ബൈക്ക്, അത് അവന് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഒരു ബൈക്ക് വാങ്ങണം, സെക്കൻഡ് ഹാൻഡ് ആയാലും മതി, കുറച്ച് പൈസ എങ്ങനെയാണ് സംഘടിപ്പിക്കണം. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിന് എത്ര രൂപയാവും ആര്യാന്ന് നോക്കിയപ്പോൾ എന്തിനാ വാങ്ങാനാണോ, നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, നീ ഇപ്പോൾ പഠിച്ചാൽ മതി എന്ന് പറയും. അല്ല എന്നാലും ആ ബൈക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ജോലിയിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലോഡിങ്ങിൽ പ്രശ്നമില്ല, പക്ഷേ ഫുഡ് ഡെലിവറി പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്നും പറഞ്ഞ് അവരെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്നാലും ആനന്ദേട്ടൻ്റെ രൂപത്തിലുള്ള കള്ളൻ എന്ന് പറഞ്ഞപ്പോൾ ആനന്ദേട്ടൻ്റെ ഷർട്ട് മുണ്ടിട്ടൊരു കള്ളൻ, ഇവന് വല്ല വട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും ദേവി. അല്ല ദേവി, എനിക്കൊരു സംശയമുണ്ട്, അവൻ എൻ്റെ ഷർട്ടിൻ്റെ കളർന്ന് പറഞ്ഞു, അതാണ് എനിക്ക് അതിശയമായിരുന്നു പറയും. എന്നിട്ട് പിന്നെയാണെങ്കിൽ ഞാനാണെങ്കിൽ ഷർട്ട് തിരിച്ചിട്ടിരിക്കുകയായിരുന്നു, ഇതെന്തിനാണ് ശരിക്കും ഇട്ട ഷർട്ട് മറഞ്ഞൊന്നും കിടന്നിരുന്നതല്ലോ, ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളും മണക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ഇപ്പോൾ എന്ത് പ്രശ്നം എന്നറിയും. എന്നിട്ട് ആനന്ദ ആ ഷർട്ട് നല്ലോണം മണപ്പിച്ച് നോക്കും. എന്നിട്ട് പറയും, ദേവി ഈ ഷർട്ടിന് നിൻ്റെ മണം എന്ന് പറയും. പിന്നെ ഈ ഷർട്ടിന് എൻ്റെ മണം അല്ലാണ്ട് വേറെ വല്ല പെണ്ണുങ്ങളുടെ മണം ഉണ്ടാവുമോ? ഉണ്ടാവുമോയെന്ന്, എൻ്റെ മണം അല്ലാണ്ട് വേറെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങളുടെ മണം ഉണ്ടാവുമോ? എന്താ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അയ്യോ ഇല്ല ദേവി, ഞാൻ പറഞ്ഞത് നാന്നാ മിണ്ടാണ്ട് വന്ന് കെടുക്കാൻ നോക്ക്, പെണ്ണിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞ് ദേവി തടി തപ്പുന്നുണ്ട്. പിന്നീട് ആകാശ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മീനാക്ഷി എഴുന്നേറ്റ് ഇരിക്കണേ, രാവിലെ ആയി. എന്തായാലും മീനു നീ സമാധാനിക്ക്, എന്തെങ്കിലും ഒരു വഴി കാണും. എന്ത് വഴി ആകാശം എന്ന് ഉച്ചയ്ക്ക് എന്നെ എന്തായാലും എനിക്ക് സസ്പെൻഷൻ ഉറപ്പാവും, എന്നെക്കുറിച്ചിട്ട് റോളുകൾ വരും, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഏറ്റെടുക്കും. മാത്രമല്ല അത് പ്രധാനപ്പെട്ട പേപ്പറാണ് മുഖ്യമന്ത്രിയുടെ, മറ്റാരും അത് കാണാനും പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതിൽമ മുട്ടും. ധർമ്മമാമനാണ്. എന്തായി മോളെ, പേപ്പർ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് പറയായിരുന്നു മോളെ, ഞാൻ ആ കള്ളൻ്റെ കഥയൊക്കെ ആലോചിച്ച് കിടന്നപ്പോൾ നേരം വൈകി, പക്ഷെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മോളെ പേപ്പർ കിട്ടിയെന്ന് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വപ്നമല്ലേ മാമാന്ന് പറഞ്ഞപ്പോൾ സ്വപ്നം ഫലിക്കാണ്ടിരിക്കില്ല, മോള് നോക്കിക്കോ ആ പേപ്പർ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പറയും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷി അടുക്കളയ്ക്ക് പോകും. ധർമ്മനും അതുപോലെ തന്നെ ആകാശം കൂടെ സമാധാനിക്ക് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മിത്രനെയാണ്. മിത്ര പറയുന്നുണ്ട്, അപ്പോൾ വല്ലാത്ത വിഷമത്തിലാണ് മീനാക്ഷി ചേച്ചി എന്ന് പറഞ്ഞാൽ, അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമത്തിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ മീന് വന്നു, മോളെ നീ വിഷമിക്കല്ലേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഇനി എന്ത് വഴിയമ്മ, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സസ്പെൻഷൻ ഉറപ്പായി, ഇനി സോഷ്യൽ മീഡിയ ഒക്കെ വാരി വിതറും എൻ്റെ ട്രോളൊക്കെ എന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, ഞാൻ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് ചോദിക്കും. വല്ല അമ്പലത്തിലോ ഭജന ഇരിക്കാനാ അങ്ങനെ എന്തെങ്കിലും പോട്ടെ, എനിക്കൊരു സമാധാനം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കുള്ളൂ. അതേസമയം തന്നെ ദേവി ആ പേപ്പർ എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. പെട്ടെന്ന് ആനന്ദ് വരും. ദേവി ഞാൻ കുളിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ കുളിച്ചോ, നല്ലോണം കുളിച്ചിട്ട് വന്നാന്ന് പറയും. അതെന്താ അങ്ങനെയെന്ന് പറയും. അതല്ല,
സമയമുണ്ടല്ലോ ഓഫീസിൽ പോകേണ്ട കാര്യം പറഞ്ഞ് കാക്കക്കുളി വിളിക്കുന്നു. അപ്പം നീ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കോമഡി ഉണ്ടോയെന്ന് പറയും. ഞാൻ ഇന്നും കോമഡി എന്നും പറഞ്ഞ് ആനന്ദ കുളിമുറിയിലേക്ക് പോയപ്പോൾ പേപ്പർ എടുക്കുന്നുണ്ട്. പേപ്പർ എടുത്തിട്ട് നോക്കിയപ്പോൾ ചുളിവ് തീർന്നിട്ടില്ല. എന്തായാലും അതെടുത്തും കഴിഞ്ഞിട്ട് ഇസ്തിരിപ്പെട്ടിയൊക്കെ എടുത്ത് വെച്ച് നല്ലോണം തേച്ച് വടി പോലെ ആക്കുന്നുണ്ട്. ഈശ്വരാ, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇനി ഇത് മീനുവിൻ്റെ കയ്യിൽ ഞാനിത് എങ്ങനെ എത്തിക്കും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ദേവി അത് നല്ല രീതിയിലൊക്കെ തേച്ച് ചുക്കി ചുളിച്ചതൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലാക്കി ഒരു വിധത്തിന് അത് സെറ്റപ്പൊക്കെ ആക്കി സമാധാനം ആക്കി വെക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കും. പെട്ടെന്ന് ഇസ്തിരിപ്പെട്ടി ഓഫ് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വരുന്നത്. അങ്ങനെ തന്നെ ഓടി ചെന്ന് അത് ഓഫ് ചെയ്യും. എന്നിട്ട് പതുക്കെ തന്നെ ആരും ഇല്ലയെന്ന് കണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി മീനുവിൻ്റെ മുറിയിലേക്ക് ചെല്ലും. മീനുവിൻ്റെ മുറിയിൽ എവിടെ വെക്കും എന്ന് ആലോചിച്ചിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ 2-3 പേപ്പറും കൂടിയൊക്കെ ആക്കിയിട്ട് അലമാരിയുടെ സൈഡിൽ വെക്കുക. ചൂലെടുത്ത് അടിച്ച് കോരാൻ വരുന്ന രീതിയിൽ വരാം എന്നൊക്കെ പറയും. ദൈവമേ, ഈ പണ്ട് ആ പേപ്പർ നോക്കി തൊഴുകണ്. ഈ പേപ്പർ ഒരു തടസ്സമൊന്നും ഇല്ലാണ്ട് മീനുവിൻ്റെ കയ്യിൽ എത്തിക്കണേ ഭഗവാനെ. അതിന് വേറെ ബുദ്ധിമുട്ടോ ആർക്കും സംശയമൊന്നും തോന്നരുതേ എന്നൊക്കെ വിചാരിച്ചിട്ട് മീനുവിൻ്റെ അലമാരിയുടെ സൈഡിൽ എല്ലാ പേപ്പറും കൂടെ ആക്കി വെക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ പേപ്പറും കൂടി അങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് പതുക്കെ ആരും കാണാതെ മുറിയിൽ നിന്ന് പുറത്തു പോകും. ഇതേ സമയം തന്നെ വീണ്ടും അടുക്കളയിൽ മീനുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മീനാക്ഷിനെ സമാധാനിപ്പിക്കുന്നു ദേ നമ്മുടെ മിത്രയും ഗോമതിയും. മോളെ, നീ ഇങ്ങനെ കരയല്ലേ, നമുക്ക് സസ്പെൻഷൻ കിട്ടണമെങ്കിൽ കിട്ടട്ടെ, നമുക്കത് പിന്നീട് ആലോചിക്കാം, നീ വിഷമിക്കരുന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയണേന്നൊക്കെ പറയും. ഇതേ സമയം തന്നെ ഒരു ചൂലുമായിട്ട് ദേവി വരുന്നുണ്ട്. ചൂലെടുത്തും കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ തറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കും. എന്നിട്ട് ആ പേപ്പർ എടുത്തും കഴിഞ്ഞിട്ട് കട്ടിൽ മേലേക്ക് വെക്കും. മതി അടിച്ചത് എന്ന് പറഞ്ഞ് ചൂലും എടുത്ത് ആ പേപ്പറും എടുത്തും കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് പോകും. അപ്പോൾ ഗോമതിയുടെ മുന്നിൽ നിന്ന് ചെന്ന് ചാടുന്നത് അമ്മ അതേ മീനുവിൻ്റെ മുറിയിൽ നിന്ന് അടിച്ചു കയറിയപ്പോൾ കുറച്ച് പേപ്പറുകൾ കിട്ടിയത് നോക്കിയെന്ന് പറയും. അത് നീ നോക്ക് എന്ന് പറയും. കണ്ടിട്ട് അത്ര ഇതൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കത്തിച്ച് കളയെന്ന് പറയും. അപ്പം കത്തിച്ച് കളയാനുള്ള പറയണത് ശ്രദ്ധിക്കുന്നില്ലല്ലോ അപ്പോഴും. ആ സമയത്ത് മിത്ര വരും. മിത്ര വന്നിട്ട് പറയും, മിത്ര ഇതൊക്കെ ഇത് അവിടെ നിന്ന് അടിച്ചു കയറിയപ്പോൾ കിട്ടിയാണ്, ഇതിലാവശ്യമുള്ളതോ ഇല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ നോക്കി തായോന്ന് പറയും. അങ്ങനെ 2-3 പേപ്പർ ആവശ്യമില്ലാത്തതെന്ന് അറിയും. പിന്നീട് മിത്ര മീനാക്ഷി ചേച്ചി എന്ന് വിളിച്ചലറും. ആര്യനും മീനാക്ഷിയും മൂടി വരുന്നതേ നോക്കിയേ, ഇതല്ലേ ചേച്ചിയുടെ കാണാതെ പോയ പേപ്പർ എന്ന് പറയും. അങ്ങനെ മീനാക്ഷി ആ പേപ്പർ എടുത്ത് നല്ലോണം അരിച്ച് പറക്കും. പെട്ടെന്ന് മീനാക്ഷിക്ക് സങ്കടവും സന്തോഷമൊക്കെ വരുന്നുണ്ട്. പറയും, ദൈവമേ, ഇതാണല്ലോ മിനിസ്റ്റർ ഒപ്പിട്ട മിനിസ്റ്റർ സൈൻ. അവർ വേഗം നമ്മുടെ ദേവി അത് മേടിച്ചിട്ട്, ഈശ്വര, മുഖ്യമന്ത്രിനെ നേരിട്ട് കണ്ടിട്ടില്ല, എങ്ങനെ ആളുടെ ഉപ്പെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ ഉപ്പൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവും. ബാലനാണെങ്കിൽ ഇതെല്ലാം മറിഞ്ഞ് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം എല്ലാവരും ആ സാധനമൊക്കെ മേടിച്ച് നോക്കുന്നുണ്ട്. ബാലന് അപ്പോൾ സമാധാനമായി. പേപ്പർ എങ്ങനെയോ മീനുവിൻ്റെ കയ്യിലെത്തിയെന്ന് മറിഞ്ഞ് നിന്ന് കേൾക്കുന്നത്. എവിടെ നിന്ന് കിട്ടി ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ മീനുവിൻ്റെ മുറി അടിച്ച് കോരാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടിയത്. ബാലൻ പറയും, എവിടെ നിന്ന് കിട്ടിയാലും എന്തേ സാധനം നമുക്ക് കിട്ടിയില്ലേ, അതല്ല സമാധാനം. ദേ ബാലച്ച പേപ്പർ കിട്ടിയിട്ടാന്ന് പറയും. എന്നാലും മോളിത് വേഗം തന്നെ ഓഫീസിലേക്ക് കൊണ്ടു കൊടുക്കുമെന്ന് പറയും. വരട്ടെ, എന്നാലും പറയും ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ മിത്ര പറയും, അത് മീനു ചേച്ചി നമ്മുടെ ദേവിയെടുത്ത് ഈ മുറിയിൽ അടിച്ചു വരാൻ പോയപ്പോൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പറയും. അപ്പോൾ അളമാരിയുടെ സൈഡിലായിരുന്നു മീനു എന്ന് ദേവി പറയുമ്പോൾ മീനാക്ഷിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും മീനാക്ഷി പെട്ടെന്ന് തന്നെ ഇത്രയും സന്തോഷമുള്ളൊരു കാര്യമല്ലേ, ഇത് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല, നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച സാധനമാണ്. ഇത് കിട്ടിയത് അങ്ങനെ കാര്യമാക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അടിച്ചു കോരായിരുന്നേ. അപ്പോൾ 5-6 പേപ്പർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മനോട് വന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം കൂടി വൈകിയായിരുന്നെങ്കിൽ ഇത് കത്തിച്ച് കളയാൻ, ഞാൻ അമ്മനോട് കത്തിച്ച് കളയാൻ പറഞ്ഞാണ്, അതുകൊണ്ടാണ് ഞാൻ മിത്രനോട് ഒന്നും കൂടെ നോക്കാൻ പറഞ്ഞതെന്നൊക്കെ ദേവി പറയും, ഒറ്റ ശ്വാസത്തിൽ പറയണത്. അപ്പോൾ ബാലനാണെങ്കിൽ ദേവി പഠിച്ച കള്ളി എന്നുള്ള കാര്യം മനസ്സിലാവുണ്ടായിരുന്നു. ആനന്ദിനാണെങ്കിലും ദേവിനെ വല്ലാത്ത സംശയം തന്നെയായിരുന്നു. എന്നാലും അത് ചോദിക്കില്ല. കാരണം ദേവി മറ്റൊരു രീതിയിൽ മാറ്റണ സംസാരം മാറ്റിയത് കാരണം ആനന്ദ് വിട്ട് കളഞ്ഞു. എന്നാലും ആനന്ദിന് നല്ല സംശയം ഉണ്ടായിരുന്നു, അവൾ ദേവി തന്നെയാണോ കൃഷ്ണമംഗലത്ത് കയറിയ കള്ളൻ, കാരണം ഷർട്ട് മുണ്ടും തിരിഞ്ഞ് കിടക്കണ കാരണം കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നിയത്. എന്തായാലും മീനാക്ഷിക്ക് പേപ്പർ കിട്ടിയതിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മീനാക്ഷി ഓടി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ദേവിനെ ആ പേപ്പറോട് കൂടി തന്നെ പിടിച്ച് വട്ടം കെട്ടി പിടിച്ച് കഴിഞ്ഞിട്ട്, താങ്ക്സ് ഏട്ടത്തി, ഏട്ടത്തി എൻ്റെ ജീവൻ രക്ഷിച്ചത്, ഈ ഉപകാരം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ദേവീനെ വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുന്നു. ദേവീനെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് കയറുന്നു. താനാണിത് എടുത്ത് ഇങ്ങനെ അക്രമം ചെയ്തതിന് സംശയമൊന്നും തോന്നാത്ത രീതിയിൽ എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ടല്ലോ, ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്ന ദേവി അങ്ങനെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കണ പോലെ നിൽക്കുന്നത്. ബാലനും അതുപോലെ തന്നെ
ആര്യനും ഗോമതിക്കൊക്കെ വല്ലാത്ത സന്തോഷമാവുണ്ട് ആ കാഴ്ച കാണുമ്പോൾ. പക്ഷെ മിത്രയ്ക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു സംശയവും അതുപോലെ തന്നെ ദേവീനെ അങ്ങനെ മീനാക്ഷി സ്നേഹിക്കിനെ കണ്ടപ്പോൾ ചെറിയൊരു കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ചേക്കുന്നു മിത്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.